കുട്ടിക്കാട്ട് ഹോട്ട് മിക്സ് പ്ലാന്റ്. പരിസ്ഥിതി നാശത്തിന് ഉത്തരവാദിത്തം ആര്? കുട്ടിക്കാട്ട് ഹോട്ട് മിക്സ് പ്ലാന്റ് 2024 പ്രവർത്തനം നിർത്തി. 2025 അത് പൊളിച്ചു മാറ്റി. അത് വിറ്റതാണോ സ്ക്രാപ്പ് ചെയ്തതാണോ എന്നത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ പ്രധാന ചോദ്യം ഇതാണ്: ശരിയായ പരിസ്ഥിതി സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ വർഷങ്ങളോളം പ്രവർത്തിച്ച ഒരു പ്ലാന്റ് ഇന്ന് ഇല്ലാതായിരിക്കാം. പക്ഷേ അതുണ്ടാക്കിയ മലിനീകരണം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. മലിനീകരണം ഉണ്ടാക്കിയവരെയും അത് നിയന്ത്രിക്കേണ്ട ചുമതലയുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡിനെയും നിയമലംഘനങ്ങൾക്ക് വഴിയൊരുക്കിയവരെയും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ല. എന്തുകൊണ്ട്? കാരണം ഇതിനായി വ്യക്തമായ നടപടിക്രമങ്ങളുണ്ട്, നിയമമുണ്ട്. ഇന്ത്യൻ സുപ്രീം കോടതി നിർണായകമായ ഇന്ത്യൻ കൗൺസിൽ ഫോർ എൻവയോ ലീഗൽ ആക്ഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സ്ഥാപിച്ച് മലിനീകരണം ഉണ്ടാക്കുന്നവൻ തന്നെ ചെലവ് വഹിക്കണം, പോല്യൂട്ടർ പേസ് പ്രിൻസിപ്പ് എന്ന നിയമതത്വം നമ്മോടൊപ്പമുണ്ട്. ആ കേസിൽ മലിനീകരണം ഉണ്ടാക്കിയ വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനും പരിസ്ഥിതി പുനഃസ്ഥാപിക്കുന്നതിനുള്ള മുഴുവൻ ചെലവും ഉത്തരവാദികളായ സ്ഥാപനങ്ങളിൽ നിന്ന് ഈടാക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. മലിനീകരണം സംഭവിച്ചതിന് പിന്നിൽ ഉദ്ദേശമുണ്ടായിരുന്നോ ഇല്ലയോ എന്നത് പ്രശ്നമല്ലെന്ന് കോടതി വ്യക്തമാക്കി. നാശമുണ്ടാക്കിയവർ അതിന് ഉത്തരവാദികളാണ്. ഇവിടെയും അതേ തത്വമാണ് ബാധകം. ഇതാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാന സൂചന. കകുട്ടിക്കാട്ട് പ്ലാന്റ് വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ടും ഉത്തരവാദിത്തത്തോടെ സ്ലഡ്ജ് നീക്കം ചെയ്തതിൻ്റെയോ ശാസ്ത്രീയമായി സംസ്കരിച്ചതിൻ്റെയോ രേഖകൾ എവിടെയാണ്? ഹസാർഡസ് വേസ്റ്റ് മാനിഫെസ്റ്റുകൾ എവിടെയാണ്? ക്ലോഷർ റിപ്പോർട്ട് എവിടെയാണ്? ഇവ ഐച്ഛിക കാര്യങ്ങളല്ല, ഇവ നിയമപരമായ നിർബന്ധങ്ങളാണ്. ഇനി സ്ലഡ്ജ് കുളത്തെക്കുറിച്ച്. നിങ്ങൾ ഡ്രോൺ വീഡിയോ കണ്ടിട്ടുണ്ട്. സ്ലഡ്ജ് കുളം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. പ്രവർത്തനകാലത്തോ അടച്ചുപൂട്ടിയ ശേഷമോ ഔദ്യോഗികമായി നീക്കം ചെയ്തതായി രേഖകളില്ല. മഴ പെയ്യുമ്പോൾ ആ സ്ലഡ്ജ് മഴവെള്ള ചാലുകളിലൂടെ പുറത്തേക്ക് ഒഴുകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സ്ലഡ്ജിൽ ഭാരലോഹങ്ങളും വിഷാംശമുള്ള രാസപദാർത്ഥങ്ങളും ഉണ്ടാകാം. അത് ചുറ്റുമുള്ള മണ്ണിനെയും ജലസ്രോതസ്സുകളെയും മലിനമാക്കും. അതിൻ്റെ ഫലം യാഥാർത്ഥ്യമാണ്. മലിനമായ ഭൂഗർഭജലം കുടിവെള്ളത്തിനും കൃഷിക്കും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറാം. നമുക്ക് ഉത്തരങ്ങൾ ആവശ്യപ്പെടാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. ക്ലോഷർ റിപ്പോർട്ടിൽ ഹസാർഡസ് വേസ്റ്റ് നീക്കം ചെയ്തതിൻ്റെ രേഖകൾ നിർബന്ധമായും ഉൾപ്പെടണം. വെള്ളം, മണ്ണ്, ചുറ്റുമുള്ള പരിസ്ഥിതി എല്ലാം ശാസ്ത്രീയമായി പരിശോധിക്കണം. ആ പരിശോധനാ ഫലങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണം. പരിശോധനയ്ക്കും ശുചീകരണത്തിനും വേണ്ട ചെലവ് ആരാണ് വഹിക്കേണ്ടത്? ഉത്തരം വ്യക്തമാണ്. മലിനീകരണം ഉണ്ടാക്കിയവരാണ് ചെലവ് വഹിക്കേണ്ടത്. നിയമം നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ അതിനുള്ള ഉത്തരവാദിത്തം മലിനീകരണ നിയന്ത്രണ ബോർഡിനുമുണ്ട്, മറ്റാരുമല്ല. ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് എനിക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗൗരവത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ കയ്യിൽ വീഡിയോ തെളിവുകളുണ്ട്. നമ്മുടെ ഭാഗത്ത് നിയമമുണ്ട്. ഇനി വേണ്ടത് ഉത്തരവാദിത്തം ഉറപ്പാക്കുക എന്നതാണ്.